ഇച്ചു അമ്മയോടെ അമ്മ അറിയില്ല, കാണാനല്ലോ. എവിടെ അച്ഛാ? എവിടുന്ന് സൗണ്ട് കേൾക്കണ്? എന്താ പുറത്ത്? ആവേ എന്തൊക്കെ സൗണ്ട്? ഇതാ നടക്ക നേരെ സമയമൊന്നുമില്ല, എനിക്ക് അറിയാണ്ട് ചോദിക്കുകയാണ്. ഒരു നേരെ സമയമൊന്നുമില്ല, വല്ലാത്തൊരു വിറകിൻ്റെ ഭ്രാന്ത് തന്നെയാണ്. ഇച്ചു അമ്മ പറഞ്ഞൊന്നും കേൾക്കണില്ല. ഒന്ന് കൊടുക്ക്. ഈ ഭ്രാന്തൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോന് എടുത്തപ്പോൾ. അല്ല, ഈ ഭ്രാന്തൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോന് എടുത്തു പറയുന്നത്. നേരമില്ല, സമയമില്ലാതെ ഒരു വർഗ് പണി അല്ലേ? അതൊക്കെ പാതിരിക്കാണേ. എന്താ അത്? അത് ഇങ്ങോട്ട് മറിച്ചിട്ട് അങ്ങോട്ട് മറിച്ചിട്ട് എന്തിനാണ്? ഇത് അങ്ങോട്ട് മറിച്ചിട്ടതല്ലേ, ഇത് ഞാൻ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് ഇഷ്ടതാണ്. അപ്പൊ ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് അവിടെ മോളിക്കാക്കാൻ വേണ്ടിയിട്ടേ. വല്ലാത്ത ജാതിയാണ് ഇപ്പോൾ ഇത് പറയുമ്പോൾ. എന്ത് വല്ലാത്ത ജാതി? എന്താ ഇതേ, ഇനി അടുത്ത കൊല്ലം ഇതേപോലെ പോയിട്ട് പെറുക്കാൻ പറ്റില്ലല്ലോ. എന്താ റബ്ബർ മുറിച്ചില്ലേ? അതിപ്പോൾ അവിടത്തെ മുറിച്ചില്ല, അതിൻ്റെ അപ്പുറത്ത് വേറെ തൊടിയുണ്ടേ. അപ്പുറത്ത് വേറെ തൊടിയുണ്ട് പറഞ്ഞിട്ട് വിറക് ഇത് ഇന്ന് കൊണ്ടുവന്നതാട്ടോ. ഞാൻ പോയിട്ട് ഇതാണ്ടോ. അപ്പോൾ അതാ മഴ വരുന്നുണ്ട്, അപ്പോൾ ടാർപ്പായ ഇട്ടിട്ട് മൂടാന്ന് വിചാരിച്ചിട്ടേ. കണ്ടോ, ഉമ്മറത്തന്നെ വിറകെന്ന് വിചാരിക്കണ്ട. നാളെ ഞാൻ അത് മാറ്റുട്ടോ. നാളെ അല്ലെങ്കിൽ മറ്റന്ന് ഇട്ട് മാറ്റും, മോളിക്ക് കയറ്റാന്ന് വിചാരിച്ചിട്ടേ. നാളെയും കൂടി കുറേ കൊണ്ടുവരാണ്ട് ഇങ്ങനത്തെ വിറകുകൾ. അപ്പോൾ അതൊക്കെയുണ്ട് കൊണ്ടുവരട്ടെ വിചാരിച്ചിട്ട്. ഇവർക്ക് ആണുങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, നമ്മൾ പെണ്ണുങ്ങൾക്കേ അറിയുള്ളൂ ഈ അടുക്കളയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പം ഇത്രയും കിട്ടിയില്ലേ? വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനത്തെ ചുള്ളലുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എനിക്കില്ലേ വിറകിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ അവിടെ അടി കൂടുന്നുണ്ട് പറഞ്ഞിരുന്നു. എനിക്കപ്പോൾ നമുക്ക് അടി കൂടാനൊന്നും വയ്യേ. എന്തിനാ ഒരാളോട് അടി കൂടിയിട്ട് വിറകുണ്ടാക്കണത്? നമുക്കുള്ളത് മതി. ഇതാവുമ്പോഴും അടി കൂടാണ്ട് കിട്ടിയതല്ലേ? അടി കൂടാണ്ട് കിട്ടിയതല്ലേ അറിയാം. നമുക്ക് ആരോടും വിറകിൻ്റെ ആ സമയത്ത് ആൾക്കാർ എൻ്റെ വിറകെടുത്തു നിൻ്റെ വിറകെടുത്തു പറഞ്ഞിട്ട് ഞങ്ങൾ വിറകിന് പോയപ്പോൾ അവിടെ അതായിരുന്നു. ഞാൻ പിന്നെ വിറകിനേ പോയില്ല. എന്താ വെച്ചാൽ എന്തിനാ വെറുതെ ഒരാളുടെ ആലോചിയാക്കുന്നത്? ഇങ്ങനെ തന്നെ വിറകില്ലേ, ഇപ്പോൾ 2 വണ്ടി കൊണ്ടുവരാനുള്ള വിറകുണ്ട് ഏട്ടാ അവിടെ. പെറുക്കണം കേട്ടോ. പെറുക്കിയിട്ട് ഇതിങ്ങനെ കണ്ടോ, ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ആയ. ഇന്ന് 4 മണിയാകുമ്പോൾ 4 ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയിട്ട് കുറേ പെറുക്കി അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത്ര പോതൊരു കെട്ട് ഞാൻ ഏറ്റു കേട്ടോ. ഇത്ര ഇപ്പം എങ്ങനെയുണ്ട്? ഇവിടെ അടിച്ചു വരല്ലോ. നാളെയും കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ കൂട്ടാലേ. ഒക്കെ ഇപ്പോൾ ഉമ്മറത്തെ കൂട്ടാൻ പോണി അല്ല, നാളത്തെയും കൂടി തോനെ കൊണ്ടുവന്നിട്ടേ എന്നിട്ട് മറ്റന്ന എന്താ മോളിക്ക് കയറ്റുക. ടെറസിൻ്റെ മോളിക്ക് ചുള്ളികളാക്കിയിട്ടേ. എങ്ങനെ നീ ടെറസിൻ്റെ മേലെ കയറ്റാൻ കണ്ടിരുന്നു? ടെറസിൻ്റെ മോളിക്ക് അങ്ങനെ ഇത് കൂടെ നമ്മൾ കയറ്റിയിട്ട് പോവും ഉള്ളിൽ കൂടെ. ഇനി വൈകുന്നേരത്തെ കാര്യങ്ങൾ നോക്കാണ്ട് കേട്ടോ. ഇത് എന്താ കുറച്ചപ്പുറത്തുനിന്ന് കയറ്റി കൊണ്ടുവരുമ്പോഴേ ഇവിടെ ഈ പടലിയുടെ ഇവിടെ വേദനയ്ക്കും. മഴ കൊണ്ടിങ്ങനെ കിടക്കല്ലേ അവിടെ. അപ്പോൾ പക്ഷെ ആരും കുറേ പേര് എന്താ വിറക് മതിയായിട്ടേ തലച്ചുള്ളലുകൾ ഇങ്ങനെ ഇട്ടിട്ട് പോയിരിക്കുക കേട്ടോ. ഇനി നമ്മൾ കുറച്ച് വിറക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുവരണം. അപ്പോൾ അത് കൊണ്ടുവരുന്ന സമയത്തില്ലേ, അപ്പോൾ എനിക്ക് ആകെയുള്ള പ്രശ്നം എന്താണെന്നറിയോ? അവിടുത്തെ ആ വിറകാലയെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഈ വീടിന് വേണ്ടിയിട്ട് അവിടെ പൊളിച്ച് പകുതി വരെ ഉള്ളൂ. അതിലാക്കി കഴിഞ്ഞാൽ തികയില്ല. നമുക്കാണ് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒന്നും സ്ഥലമില്ല. പിന്നെ അപ്പുറത്ത് വെച്ചിരിക്കുന്ന ടാങ്ക് വെച്ചിരിക്കുന്നുണ്ടല്ലേ, പിന്നെ ഇല്ലെങ്കിൽ ഇനി ആ ടാങ്ക് മുകളിലേക്കാക്കിയിട്ട് അവിടെ വിറക് വെക്കണം. അവിടെ ഈ മഴ സമയത്തേക്ക് മാത്രം നേരെ അടുക്കി പെറുക്കി വിറക് വെക്കേണ്ടി വരില്ലേ. ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലേ നമ്മുടെ മേത്ത് കൂടെ ചെതൽ ചോണതും കൂടി അറിയില്ല കേട്ടോ. അങ്ങനെ ചെതലുള്ളൊരു സ്ഥലമാണ് ഇവിടെ അല്ലേ. എൻ്റെ കാലിൽ കൂടെ കയറിയാലൊക്കെ ഞാൻ അറിയും. ഏട്ടൻ്റെ കാലിൽ കൂടെ ചെതലിൻ്റെ 5 കളിയാണ്. ഭയങ്കര ചെതൽ. അവിടെ നിന്ന് ചെതലരിച്ചു പോകണം അറിയില്ല എന്നല്ല. ഒന്ന് 10 മിനിറ്റ് നിന്നാൽ മതി, ആള് ചെതൽ പിടിക്കുന്ന പറ. ആള് ചെതൽ പിടിക്കും. അങ്ങനെ ചെതലരിച്ചു പോയാൽ എന്താ അറിയണ്ടേ? നമ്മളൊരു വലിയൊരു ഇത് ചെയ്ത് അവിടെ തുണി ഒരിടാനുള്ള ഷീറ്റ് ഇട്ടപ്പോൾ ഈ ഭാഗത്തേക്കും കൂടി ഷീറ്റ് ഇട്ടാൽ മതിയായിരുന്നു. എന്നാൽ വിറകൊക്കെ വെക്കാനുള്ളൊരു സൗകര്യം ആവുമായിരുന്നു കേട്ടോ.
ഇത് അതപ്പം ചെയ്തൂല്ല, ശ്രദ്ധിച്ചില്ല അല്ലേ? ശ്രദ്ധിച്ചില്ല എന്നല്ല, ആ സമയത്ത് ഉള്ള പൈസ ഉള്ള പൈസയും കൊണ്ട് ഓരോന്ന് ചെയ്തേലു. ഇനി ഇവിടെ മാമൻ്റെ മകൻ രാജു വരുന്നുണ്ടേ. അപ്പോൾ അവൻ പറഞ്ഞു ഇനി ഞാൻ വന്നിട്ട് എടുത്തിയമ്മ ചെയ്യാട്ടോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് മെഷീനും ഉണ്ട്, പിന്നെ അനിയേഷനും ചെയ്യൂട്ടോ, എന്താ വെൽഡിങ്ങിൻ്റെ ഒക്കെ അനിയേഷനും കുറച്ചറിയാം. അപ്പോൾ പിന്നെ ഷീറ്റ് കാര്യങ്ങൾ വാങ്ങിക്കൊടുത്താൽ ഇവർ രണ്ടുപേരും ചെയ്ത് ചപ്പാത്തിക്ക് പരത്തി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ നമ്മുടെ അച്ചുട്ടിയില്ലേ, അച്ചുട്ടിയുടെ അടുത്ത് പറഞ്ഞ് അച്ചുട്ടി ചെയ്തോളും. പിന്നെ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കണം. അമ്മയ്ക്ക് കുറവ് എന്ന് പറയാൻ ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ കുറച്ചൊരു കുറവ് പറഞ്ഞിരുന്നു. പിന്നെ അമ്മയ്ക്ക് വയ്യാത്രേ, അപ്പം അനിയനും കൊടുക്കണം. എന്താ ഏട്ടല്ലേ വിറകിന് പോകുമ്പോൾ ഏട്ടൻ പറയും ആ കാട്ടുകൂടിയും പൊന്തേക്കൂടിയും പോകണ്ടെന്ന്, ഇനി കാട്ടും പൊന്തേ കൂടെ പോകണ്ടെന്ന് പറയണ്ടല്ലോ. ഇനി കാടും ഇല്ല പൊന്തിയില്ല, ഒക്കെ പോയി. അപ്പം തരിശ് ഭൂമിയായില്ലേ. കാടുമില്ല പൊന്തില്ല പച്ചപ്പുമില്ല ഒന്നുമില്ല, പൊട്ടപ്പറമ്പായില്ല പോലെ. കിച്ചു കണ്ടോ, കിച്ചൂട്ടനില്ലേട്ടാ വിറക് പെറുക്കാൻ പോയി കഴിഞ്ഞാൽ ബനിയിട്ടിട്ട് വാ. വിറക് പെറുക്കാൻ പോയി കഴിഞ്ഞു വെച്ചല്ലേ ഇവർ രണ്ടുപേരും അച്ചും കിച്ചുമാടെ മോളിക്ക് പോവാ. നല്ല ഭംഗിയുണ്ട് അവിടെ കാണാനെന്ന്. ഞാൻ ഇവിടെ ഇങ്ങനെ വിറക് പൊട്ടിച്ച് വയ്ക്കുക, എന്നാൽ ഇവർ കൂടണ്ടേ ചെയ്യാൻ. എന്തൊരു മടിയനാ വെച്ചിട്ടാ, രണ്ടുപേർക്കും ഇല്ലേ നല്ല മടി കേട്ടോ. എന്നിട്ട് അറിയണേ എന്താ അമ്മ ഇവിടെ കാണാൻ നല്ല രസമാണ്. കിച്ചു കൂടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. ആ ഒന്നും ചെയ്യില്ല, മടിയന. ആഹാ അത് ഒരു പിടിക്കുള്ളതില്ലേട്ടാ. എന്താ ഇങ്ങനെ കൂട്ടി 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 വെക്കില്ലേ അത്. ഞാൻ കൊണ്ടുവന്നത് എത്രേ? ആ എന്നിട്ട് അങ്ങനെ എന്താന്നറിയോ മടി. നമ്മൾക്ക് അവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മളെ വിളിക്കണത്. നമ്മൾ ഒറ്റയ്ക്ക് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് വിളിക്കുന്നതാണ്. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കനാലിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളതില്ലേ, ഈ മഴയത്ത് അളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അവോ 2 ദിവസം മഴ പെയ്തിട്ട് ഇപ്പം മഴ പെയ്യാതെ ഇരുന്നപ്പോഴേക്കന്നെ നല്ല ചൂട് അല്ലേ. അപ്പം ഇനി നമുക്ക് അടുക്കളയത്തെ കാര്യം നോക്കട്ടെ. ഇത് പ്രാന്തൊന്നും അല്ല കേട്ടോ, ഏട്ടൻ പറയുന്ന പോലെ. വിറകിൽ എന്താ മഴ പെയ്യുന്ന സമയത്ത്, അടഞ്ഞ മഴ പെയ്യുന്ന സമയത്ത് ഗ്യാസും കമ്മിയാവുക, വിറകും ഇല്ലെങ്കിലില്ലേ കെടും. എന്താ ചിലവർക്ക് ചില വീട്ടിൽ രാവിലെ പലഹാരം ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ചോറ് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ വൈകുന്നേരത്തും വെക്കണ്ട, 2 നേരത്തേക്ക് അങ്ങനെ വെക്കുക. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് രാവിലെ ചോറ് വെച്ച് കഴിഞ്ഞ് വെച്ചാൽ പലഹാരം ഉണ്ടാക്കി ചോറ് വെച്ചാലും വൈകുന്നേരത്ത് ഞങ്ങൾക്ക് അതേപോലെ ചോറും വെക്കേണ്ടി വരും, ചില സമയത്ത് കൂട്ടാനും വെക്കേണ്ടി വരും. അപ്പോൾ ഗ്യാസും കൂടിയാണ് കഴിഞ്ഞാലോ അപ്പോൾ വിറകൊക്കെ വേണം. അപ്പോൾ ഇത് ഭ്രാന്തല്ലല്ലോ, ഒരു അരപ്രാന്ത്. ആ ഏട്ടൻ അങ്ങനെ പറയും. ആവശ്യമുണ്ട്. ഏതെന്തിനാണ്? ഉള്ളിയും പച്ചമുളകും. എന്താ സാധനം എന്നറിയോ? അതെന്തൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ്. മാന്ത്രിക സ്പെഷ്യലാണ്. ആരും കാണാത്തൊരു സ്പെഷ്യൽ. കാണാത്ത സ്പെഷ്യലാണ്. നിന്റെ ചപ്പാത്തി വരി. ചപ്പാത്തിക്ക് ഉള്ളിക്കറി. ഉള്ളിയല്ല. അപ്പൊ നിന്റെ ചപ്പാത്തി അല്ല, നിന്റെ ചപ്പാത്തി വേണ്ടോ? ഞാൻ കുഴച്ച് പരത്തി കൊടുത്തു. അപ്പൊ അവള് ചൂടാ പറഞ്ഞു. അപ്പൊ ഞാൻ പാത്രം കഴുകി. ചപ്പാത്തിയാണ്. എങ്ങനെ നിന്റെ ചപ്പാത്തി വച്ചു? ഒന്ന് ഉണ്ടാക്ക. നിന്റെ ചപ്പാത്തി തന്നെ കൊതിയായിട്ടല്ലേ. ഇനിയിപ്പോ നാളെ ഉണ്ടാക്കിയ പോലെ അപ്പൊ 3 ആൾക്ക് ഇത് നാളെ ഉണ്ടാക്കിയാ എനിക്ക് കൊതിയാണ് പറഞ്ഞിട്ട് നീ ഉറക്കം കളഞ്ഞിട്ട് ഉണ്ടാക്കൊന്നും വേണ്ട. അല്ല അച്ചു, നീ അച്ഛനിപ്പോ കൊതിയാണ് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു അച്ചുട്ടിയെ നാളെ ഉണ്ടാക്കി കൊടുത്തോട്ടോ. ചപ്പാത്തിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തോളേ. അമ്മയ്ക്ക് അത്രയും ആക്കം കിട്ടുമല്ലോ അല്ലേ. അവളെ മോളൽ കേട്ടറിഞ്ഞൂടെ? വേണ്ട ചപ്പാത്തി വെച്ചോ, എളുപ്പത്തിന് ഉണ്ടാക്കുന്നു. ആരെ? അവളല്ലേ. എന്താ ഒന്നും വേണ്ട കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാക്കി, എൻ്റെ ചപ്പാത്തി വേണ്ട. അറിയില്ല അന്ന് കിട്ടില്ല എന്ന് ഞാൻ വെറുതെ ഒരാഗ്രഹം പറഞ്ഞു. ഏതെങ്കിലും വെള്ളിയാഴ്ചക്കാണ് അവൾക്ക് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം തോന്നുന്നു. ആർക്ക്? അച്ഛന് തന്നെ. അന്ന് ജഗ പോക്ക ഉണ്ടാക്കലായിരിക്കും. അടച്ചു വെക്കാ ചൂടുള്ള ചപ്പാത്തി. ചപ്പാത്തിക്ക് എന്താ കറിന്നറിയോ? സാമ്പാർ മതി. അതാണ് നല്ലത്. ചപ്പാത്തിക്ക് സാമ്പാറാണ് കേട്ടോ. സാമ്പാർ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കുക വിചാരിച്ചു. അപ്പോഴേ അതാ ഇനി കുറച്ച് തോര പണിയുണ്ട് കേട്ടോ. നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ അല്ലേ വെയ്യാ തോന്നി. വടലിയൊക്കെ വേദന എടുക്കി അല്ലേ. എന്താ അച്ചു കാട്ടുന്നത്? എനിക്ക് നിൽക്കാനല്ല അറിയാം. ലേ വെച്ച് കഴിഞ്ഞാൽ
ഓ അച്ചു ഒരു കഷ്ണം മതി. ഇടവമാസമായി. 8 മാസമായി. മെടവപ്പാതി കഴിഞ്ഞാൽ പെരുമഴ തുടങ്ങും. തുടങ്ങട്ടെ, മഴ വരട്ടെ. എന്തിനാ പേടിക്കുന്നു? ഒന്നിനുമില്ല. അച്ചുവിനെ ട്യൂഷന് ചേർത്തണോ? ഇവർക്കില്ലേ ട്യൂഷന് പോവാനേ ഇഷ്ടമല്ല കേട്ടോ. വീട്ടിലിരുന്ന് പഠിച്ചിട്ട് അവർ മാർക്ക് വാങ്ങുക എന്നല്ലാതെ. ഇപ്പം ട്യൂഷന് കോണിക്കഴിയുണ്ട്, ഉമ്മനേരി ഒക്കെ ഉണ്ട് ട്യൂഷന്. അമ്മും ട്യൂഷന് പോയിരുന്നില്ല, അച്ചുവും ട്യൂഷന് പോയിരുന്നില്ല. എനിക്ക് അച്ചുവിൻ്റെ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവൾ ഇംഗ്ലീഷ് മീഡിയം അല്ലേ. എനിക്കാണെന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞു കൊടുക്കാനും അറിയില്ല. ഭഗവാനെ പെട്ടോ ഇപ്പോഴാണെന്ന് വെച്ചാൽ 8ാം ക്ലാസ് വരെയൊക്കെ തോപ്പിച്ചു. എന്താവും അടുത്തല്ലേ? എവിടേക്ക് അറിയോ? 10ക്ക്. അടുത്തല്ലേ ഇക്കൊല്ലം? ഇപ്രാവശ്യം 9ക്ക്, അടുത്ത പ്രാവശ്യം 10ക്ക്. അടുത്തൊല്ലം ട്യൂഷൻ ഉണ്ടോ? അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊക്കോ, 9 തൊട്ട് തുടങ്ങിക്കോട്ടെ ട്യൂഷൻ. അവൾ ഇരുന്ന് പഠിച്ചോളാ പറഞ്ഞ പിന്നെ എന്താ ചെയ്യുന്നത്? ഞാനാണെങ്കിലോ അച്ചു ട്യൂഷന് അച്ചു അറിയാം. ടീച്ചർ എന്താ പറഞ്ഞത്? ട്യൂഷന് പോകേണ്ട യാതൊരു ആവശ്യമില്ല പറഞ്ഞത്. വീട്ടിലിരുന്ന് പഠിക്കണം കുട്ടികളെ, വീട്ടിലിരുന്ന് പഠിച്ചാൽ സംശയം എപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. ആ ടീച്ചർ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ട്യൂഷൻ്റെ ആവശ്യമില്ല. ട്യൂഷൻ ഇവിടുത്തെ പഠിപ്പിക്കലും അവിടുത്തെ പഠിക്കലും കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവുള്ളൂ. അത് വേണ്ടാന്ന് പറഞ്ഞതാ. അപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട. ഇവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിടാം, ഇവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ എനിക്കില്ലേ നല്ല താല്പര്യമുണ്ട് പൊക്കോ ട്യൂഷന് വിടാന്. കിച്ചൂരപ്പം എൻ്റെ നിർബന്ധത്തിന് ട്യൂഷന് വിടാ കേട്ടോ. കിച്ചൂര് തീരെ താല്പര്യമില്ല ട്യൂഷന് പോകാന്. ഞാൻ പൊക്കോ ഇവിടെ ഇരുന്നിട്ട് അവനാണ് പറഞ്ഞ വെച്ചാൽ ക്ലാസ്സിലിരുന്ന് പഠിക്കാന്നല്ലാതെ ഇവിടെ വന്നിട്ട് ഒന്നും അവൻ പഠിക്കുന്നത് കാണുന്നില്ല. കിച്ചുവേ ഇവിടെ ഇരുന്നിട്ടൊന്നും പഠിക്കുന്നത് കാണില്ല എന്ന്. അമ്മുട്ടി പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്തെന്നറിയോ, അമ്മു വീട്ടിലിരുന്നിട്ട് വായിക്കുകയായിരുന്നു. ഇതായിട്ടില്ലെങ്കിലും വായിച്ച് നോക്കുകയായിരുന്നു കേട്ടോ. ചാച്ചനൊരു മുട്ട പൊരിച്ച് ചോറ് കൊടുക്കുക. സാമ്പാറല്ലേ സ്രാവ് മീനുണ്ട് വറുത്തത്, അത് അവനത്ര പിടുത്തല്ല കേട്ടോ. അപ്പോൾ മുട്ട പൊരിച്ചതാണ് പറഞ്ഞു വെച്ചാൽ സാമ്പാർ പറഞ്ഞു വെച്ചാൽ കഴിച്ചോളും. അച്ചാറുണ്ട്. ഇല്ലെങ്കിൽ രാത്രിയിൽ പണിയില്ല കേട്ടോ. പനിയായിട്ട് ക്ഷീണം മാറിയിട്ടില്ല. മുട്ട 2 വായിക്കേണ്ട വീണു, അതുകൊണ്ട് നോക്കി ചിരിക്കുക. പപ്പൂല്ലേ എന്നാൽ ചോറുണ്ട് തിന്നിട്ടില്ല. അത് സാരില്ല. വേണ്ടത് വിഭവം കൂട്ടി കൊടുക്കണ്ടല്ലോ. ചിലപ്പോൾ വയറിന് വല്ല കേട്ടുണ്ടാവൂലേ? ഇന്ന് മൂള് തന്നെയല്ലേ വെറുതെ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടാവും. നമ്മളിപ്പോൾ അവന് വേണ്ടാണ്ടേ കഴിക്കാത്തത്, അല്ലെങ്കിൽ വല്ല വാശിക്ക് എന്തെങ്കിലുമാണ് വിചാരിച്ചിരുന്നത് വയറിന് വല്ല കേടുന്ന അറിയും കൂടിയില്ലേ. അവല്ലേ വെറുതെ മൂളായിരുന്നു. പിന്നെ അവന് അന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ 6 മാസം ആയിട്ടില്ലല്ലോ. അറിയില്ലായിരുന്നു. അവനാണെങ്കിലോ വെയ്യായാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ പോലെ പറഞ്ഞിട്ട് മൂളല്ലേ. പിന്നെന്താ അന്ന് വെറുതെ മൂളായിരുന്നു അല്ലേ അമ്മു? പപ്പു ഒന്ന് വെറുതെ മൂളായിരുന്നില്ലേ? വെറുതെ വെറുതെ മൂളായിരുന്നു. ഇവിടുന്ന് ഞാൻ കാണുമ്പോ ഒരു കുഴപ്പമില്ലാണ്ട് കിടക്കുന്നു. അത് ചുട്ടിട്ടാണെന്നാ ഫാൻ ഇട്ട് കൊടുക്കാത്തതിന്. നിന്റെ ഫാൻ എന്താ ഇട്ടേരാത്തെന്നാ ചോദിക്കണത്. ഫാൻ ഇട്ട് കൊടുത്തില്ലെന്ന് മറ്റേ ഫാൻ കേടായപ്പോൾ ഇവിടെ ചെറുക്കില്ലായിരുന്നു. നമ്മുടെ മുട്ട കേട്ടോ. ഇനി ഞാനേ ഇത് കഞ്ഞി തിളപ്പിച്ചതാണ് കേട്ടോ. അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. കുട്ടികൾ ഇനി ഇപ്പോൾ കടക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് അവർക്ക് നല്ലൊരു പണിയുണ്ട് കേട്ടോ. ആ പണി കഴിഞ്ഞിട്ടേ കടക്കാൻ പോകാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ആകെ സങ്കടത്തിലാട്ടോ. കണ്ടോ മുകളിലുള്ള സാധനം കേടുവന്നു. വീട് പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം ആയിട്ടല്ലേ ഉള്ളൂ. ഇത് വാങ്ങിയിട്ടേ 6 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അതാണ് സാധനങ്ങൾ ഇതൊക്കെ കേടുവരാൻ എന്താ ചെയ്യണത്? അപ്പം എന്നെ പറയണത് ഇനിയിപ്പോൾ കേട് വന്നാലും അതിനൊക്കെ വാറണ്ടി ഉള്ളതാണ്. അതൊന്നും കേടുന്ന പേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കമ്പനി നോക്കിക്കോളും. 1-2 കൊല്ലം വരെ ഒന്നും പേടിക്കണ്ട. അത് കഴിഞ്ഞിട്ട് കേടുന്ന് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ പോകും.
ചില സാധനങ്ങളൊക്കെ അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിയിട്ടില്ല പറഞ്ഞാൽ വെച്ചാലേ അമ്പം പണി കിട്ടും കേട്ടോ. എന്തൊരു സാധനമാണെന്ന് വെച്ചാലും ഈ ചില നമ്മൾ സാധാരണക്കാരൊക്കെ എന്താണെന്നറിയോ, നമ്മുടെ അപ്പത്തെ ആവശ്യങ്ങൾ നടക്കട്ടെ എന്നുള്ള ആ രീതിക്കാണ് ഓരോന്ന് ഈ 2 ഫാൻ നല്ല ഫാനാണ്. ഇത് രണ്ടും നല്ലതാണ്. അപ്പോൾ അവർ പെൺകുട്ടികളും അവിടെ ആയിട്ടോ കിടക്കുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ട് അമ്മൂനെയും കൊണ്ട് ഇവിടെ നിന്ന് വൃത്തിയാക്കിയും ഇനി ഇവിടേക്ക് വൃത്തിയാക്കി നമ്മൾ ഇവിടേക്കൊന്ന് അടിച്ച് 9 കാലമായി. പപ്പൂന് കഴിക്കാൻ കൊടുത്തിട്ടില്ല. പപ്പൂനും കഴിക്കാൻ കൊടുത്ത് എന്താ കിടക്കുമ്പോഴേക്കും മേലൊക്കെ കഴുകി കിടക്കുമ്പോഴേക്കും സമയം എത്രയും വിചാരിച്ചിട്ട് നേരം നല്ല വഴി കിട്ടോ. അമ്മയ്ക്ക് മരുന്ന് എടുത്തു കൊടുക്കാൻ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. ഞാൻ എടുത്തു കൊടുക്കുക. ഇപ്പം ഇന്ന് അച്ഛനോടും അമ്മൂനോടും ആ വിറക് എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും അതൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അവരങ്ങോട്ട് പോയിട്ടോ. അതാണ് മക്കളെ കാണാത്ത അവരുടെ കൈക്കിൽ കഴിഞ്ഞപ്പോൾ അവർ ഇന്നലെ 11 മണി വരെ അവിടെ ഇരുന്ന് ടി വി കണ്ടിട്ട് എത്രയേട്ടാ കടന്നുറങ്ങിക്കണതേ. എന്താ കിച്ചു കാണിക്കണേ? കിച്ചുവിന് ഇപ്പോൾ ഒറ്റയ്ക്ക് കിടക്കാനാണ് നല്ലത് അല്ലേ? ഇവനാണ് പറഞ്ഞല്ലേ എപ്പോൾ വന്നാലും ഇങ്ങനെ ഉമ്മ വയ്ക്കണം കേട്ടോ. ഇക്കാണ് പറഞ്ഞാൽ ഞാൻ വാണ്ടറ പറഞ്ഞിട്ട് ഇങ്ങനെ വയ്ക്കും. എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മേനെ ഉമ്മ വയ്ക്കണ്ടേ പറയും. അപ്പോൾ അത് ആ ക്യാരം ബോർഡ് കളിക്കാൻ തുടങ്ങിയിട്ടോ. ഇനി കുറേ നേരം അവനും കളിച്ചും കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിറക് എടുത്ത് മാറ്റിയിട്ട് കണ്ടോ, ഇത് കൂടെയൊക്കെ കയ്യിൻ്റെ കൂടെ കളർ വ്യത്യാസം കണ്ടോ. അപ്പോൾ ചൊറിയാൻ തുടങ്ങിയിട്ടോ. ഇനി അലർജി വേഗം വരുള്ളൂ. പിന്നെ എൻ്റെ വിശേഷം നിർത്തുകയാണെ നാളെ കാണാം കേട്ടോ.